പുരാതന ആത്മീയ പാരമ്പര്യങ്ങളിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രാണ ഊർജം ഒഴുകുന്ന 7 പ്രധാന ഊർജ കേന്ദ്രങ്ങൾ അഥവാ ചക്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഒരേ സാഹചര്യത്തിൽ ചിലർ ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ മറ്റു ചിലർ ഭയത്തിലും സംശയത്തിലും കുടുങ്ങിപ്പോകുന്നു എന്നുള്ളത്? എന്തുകൊണ്ടാണ് ചിലർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത്? ചിലർക്ക് സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ പോലും പ്രയാസമാണ്. നമസ്കാരം. നമ്മളെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജ വ്യവസ്ഥിതിയെ അറിയുക എന്നുള്ളതാണ്. പ്രാചീന യോഗ പരമ്പരകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് ചക്രങ്ങളെക്കുറിച്ച്. ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കും, എന്താണ് ഈ ചക്രം? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് ഈ ചക്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചക്രം മനുഷ്യ ശരീരത്തിലോ അതെങ്ങനെയാണ് സംഭവിക്കുക? വണ്ടിയുടെ ചക്രം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള ചക്രം. പക്ഷെ നമ്മുടെ ഊർജ്ജ വ്യവസ്ഥിതിയുടെ നെടുന്തൂണുകളായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആങ്കറായിട്ടുള്ള അതിൻ്റെ ഹുക്കായിട്ടുള്ള ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 7 എണ്ണം ഉണ്ട്. അതിൻ്റെ സബ് ചക്രങ്ങളും ഉണ്ട്. ഈ ചക്രങ്ങളുടെ അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ പല രീതിയിൽ മാറി മറിഞ്ഞിരിക്കും. നമ്മുടെ ജന്മം, കർമ്മം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ചക്രങ്ങൾ ചിലപ്പോൾ കൂടുതൽ സ്വാധീനം ചെലുത്താം, ആധിപത്യം പുലർത്താം. അതുപോലെ തന്നെ നമ്മുടെ കുണ്ടലിനി ശക്തിയുടെ റൈസിങ്ങിനനുസരിച്ചിട്ട് ഈ ചക്രങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഏതൊക്കെ ചക്രങ്ങളാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ ചക്രങ്ങളാണ് ഇംബാലൻസ്ഡ് ആയിട്ടുള്ളത്, നമ്മുടെ കുണ്ടലിനി ശക്തി എവിടെ എത്തി, അല്ലെങ്കിൽ നമ്മളുടെ ഏത് ചക്രമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതും ഏതൊക്കെ ചക്രത്തിനെയാണ് ഇനി ഞാൻ കൂടുതൽ പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ സന്തുലിതമാക്കിയിട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതുമൊക്കെയുള്ള ഒരു അന്വേഷണമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബുക്കിലൂടെ പങ്കുവെക്കുന്നത്. ഞാൻ മുൻപ് എഴുതിയതായിട്ടുള്ള സാമ്പത്തിക ചോർച്ചയടച്ച സമ്പന്നതയിലേക്ക് എന്നുള്ള ബുക്ക് ഒരുപാട് പേർ മേടിക്കുകയും നല്ല അപ്രീസിയേഷൻ പറയുകയും ചെയ്തിരുന്നു. പലരും അതിൻ്റെ പ്രിന്റഡ് കോപ്പി ആഗ്രഹിച്ചു എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പോഴുള്ള പുസ്തകത്തിൻ്റെയും പ്രിന്റഡ് കോപ്പി അവൈലബിൾ അല്ല നിലവിൽ. അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഡാർക്ക് മോഡിലും, ഇനി ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ് മോഡിലും നിങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ വ്യവസ്ഥിതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ജഡം എന്നുള്ള അവസ്ഥയിലേക്ക് ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ആത്മാവ് എന്നുള്ള രീതിയിൽ ഒരു അസ്ട്രൽ ബോഡി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഓറയുമായിട്ടൊക്കെ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്തൊരു സംഗതിയാണ് ഈ ചക്രവ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമുക്ക് സെൽഫ് എക്സ്പ്ലോറേഷൻ ചെയ്യാനും വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ആത്മീയ യാത്രയെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ പുസ്തകം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ചാനലിലൂടെയും ഇതിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയൊക്കെ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇവിടെ ഒന്നും ലഭ്യമായിട്ടില്ലെങ്കിൽ happensmedia.blogspot.com എന്ന് പറയുന്നതായിട്ടുള്ള ബ്ലോഗ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇതിൻ്റെ ലിങ്ക് ആക്സസ് ചെയ്യാവുന്നതാണ്.